1997 അസീസ് മിർസ സംവിധാനം ചെയ്ത ഷാറുഖ് ഖാന്റെ സൂപ്പർ ഹിറ്റ് മൂവി ആയിട്ടുള്ള യെസ് ബോസ് എന്ന മൂവിയുടെ മലയാളം എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. കഥയുടെ തുടക്കത്തിൽ രാഹുൽ ജോഷി എന്ന നമ്മുടെ നായകനെ കാണിക്കുകയാണ്. അവൻ സിദ്ധാർത്ഥ് എന്ന പേരുള്ള ഒരാളുടെ അഡ്വർടൈസിങ് കമ്പനിയിൽ അയാളുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് സീനിൽ രാഹുൽ നായികയായ സീമയെ കണ്ടുമുട്ടുന്നുണ്ട്. സീമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൾക്ക് ഒരുപാട് സ്വപ്നമുള്ള ഒരു വലിയ മോഡലാകണമെന്നൊക്കെ ആഗ്രഹമുള്ള ഒരു പെണ്ണാണ്. വഴിയിൽ വെച്ചിട്ട് ലൈസൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ സീമയെ പോലീസ് പിടിച്ചിട്ട് ചോദ്യം ചെയ്യുമ്പോൾ രാഹുൽ അവിടെ വന്നിട്ട് അവളെ സഹായിക്കുന്നൊക്കെയുണ്ട്. അവളുടെ അച്ഛൻ സുഖമില്ലാത്ത ഹോസ്പിറ്റലിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും പേരൊക്കെ പറഞ്ഞിട്ട് പരസ്പരം പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെ അവൾ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അവളുടെ സ്കൂട്ടർ സ്റ്റാർട്ട് ആവുന്നുണ്ടാവില്ല. അപ്പോൾ രാഹുൽ അത് ശരിയാക്കി കൊടുക്കുകയാണ്. അങ്ങനെ അവൻ്റെ കയ്യിൽ അഴുക്കാവുമ്പോൾ അവൾ അവളുടെ കയ്യിലുള്ള കർച്ചീഫ് അവന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ മറക്കുകയാണ്. അതിനുശേഷം രാഹുൽ അവൻ്റെ അമ്മയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്നതാണ് കാണിക്കുന്നത്. അവൻ്റെ അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഡോക്ടർ അവനോട് അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ വേണ്ടി വരും, അതിനു മുമ്പേ ആൾക്ക് നല്ല റെസ്റ്റ് ആവശ്യമാണ്, മാത്രമല്ല ടെൻഷൻ വരുന്ന ഒന്നും അമ്മയോട് പറയാൻ പാടില്ല, എപ്പോഴും ആൾ ഹാപ്പി ആയിരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അമ്മ തൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ രാഹുലിനോട് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചിട്ട് നീ വേഗം വിവാഹം കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് അറിയില്ല, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു അഡ്വർടൈസിങ് ഏജൻസി തുടങ്ങണമെന്നാണെന്ന് അവൻ പറയുകയാണ്. അപ്പോൾ അവന് വലിയ പൈസക്കാരനാകണം, സ്വന്തമായിട്ട് ഒരു അഡ്വർടൈസിങ് ഓഫീസ് തുടങ്ങണമെന്നൊക്കെയാണ് ആഗ്രഹം. അപ്പോൾ അവൻ്റെ ഓഫീസിൻ്റെ മോഡലൊക്കെ അവൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓഫീസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അവൻ്റെ ബോസ് സിദ്ധാർത്ഥ് പറഞ്ഞ എന്ത് ജോലിയും ചെയ്യും. സിദ്ധാർത്ഥ് ഒരു വലിയ ബിസിനസ്മാനാണ്. ആളുടെ വിവാഹം ഷീല എന്ന സ്ത്രീയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഷീല അറിയാതെ മറ്റു സ്ത്രീകളുമായിട്ട് അടുപ്പം കാണിച്ച് അവരെ അവൻ്റെ വലയിലാക്കുന്ന ഒരു ടൈപ്പ് സ്വഭാവമുള്ള ഒരു കോഴിയാണ് അയാൾ. അപ്പോൾ രാഹുലിന് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് അയാൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവന് കൂടുതൽ പണം ഓഫർ ചെയ്തിട്ട് ആ അവിഹിത ബന്ധങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഭാര്യയായ ഷീലയോട് കള്ളം പറയാനെല്ലാം പറയുമ്പോൾ രാഹുൽ അതനുസരിച്ചിട്ട് എല്ലാം വേണ്ടതുപോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിനെ സിദ്ധാർത്ഥിന് ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ രാഹുൽ ഓഫീസിലോട്ട് വന്നിട്ട് സിദ്ധാർത്ഥിനോട് ഇന്ന് ബോസിൻ്റെയും ഷീലയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്, മറന്നുപോയോ എന്ന് ചോദിക്കുമ്പോഴാണ് സിദ്ധാർത്ഥ് അതിനെക്കുറിച്ചിട്ട് ആലോചിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവന് പൈസ കൊടുത്തിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് സിദ്ധാർത്ഥ് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ രാഹുൽ ഷീലയ്ക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കുകയാണ്. സിദ്ധാർത്ഥ് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ അവൻ അവളോട് പറയുന്നുണ്ട്. അതിനുശേഷം രാഹുൽ സീമയുടെ ഹോസ്റ്റലിലേക്ക് അവൻ്റെ ഫ്രണ്ട് ജോണിയുമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ അവിടെ എത്തി സീമയെ കണ്ടതും ജോണിയെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മെല്ലെ മെല്ലെ ഒഴിവാക്കുകയാണ്. എന്നിട്ട് സീമയ്ക്ക് അന്ന് അവൻ്റെ കയ്യിൽപ്പെട്ട ആ കർച്ചീഫ് കൊടുക്കാൻ നിൽക്കുമ്പോഴാണ് അതിലെ അഴുക്ക് അവൻ കാണുക. അപ്പോൾ തന്നെ അത് തിരിച്ചു മേടിച്ച് ഇത് ഞാൻ വാഷ് ചെയ്ത് കൊണ്ട് തരാം, നീ എൻ്റെ കൂടെ പുറത്തേക്ക് കറങ്ങാൻ വരുമോ എന്ന് രാഹുൽ സീമയോട് ചോദിക്കുകയാണ്. അപ്പോൾ സീമ ഓക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ സംസാരത്തിനിടയിൽ രാഹുൽ അവളോട് ഇപ്പോൾ ഇവിടെ വെച്ച് ഒരു മിഡിൽ ക്ലാസ് പയ്യനെ കണ്ടിഷ്ടപ്പെട്ടാൽ നീ അവനെ വിവാഹം കഴിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും ഇല്ല, രണ്ട് സക്സസ്ഫുൾ ആവാത്തവർ തമ്മിൽ ചേരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് രാഹുലിന് ചെറിയ സങ്കടമൊക്കെ വരുന്നുണ്ടെങ്കിലും അവൾ ലൈഫിൽ നല്ല നിലയിലെത്തും, ഒരു വലിയ മോഡലാകും, ബെസ്റ്റ് ഓഫ് ലക്ക് എന്നൊക്കെ അവൻ അവളോട് പറയുകയാണ്. പിന്നീട് രാഹുലിൻ്റെ കമ്പനി ഒരു ഫാഷൻ ഷോ നടത്തുന്നുണ്ട്. ഒരുപാട് മോഡൽസ് പങ്കെടുക്കുന്ന ആ ഷോയിൽ സീമയ്ക്കും അവസരം കിട്ടുകയാണ്. സ്റ്റേജിൽ സീമയെ കണ്ടതും രാഹുൽ അവളെ തന്നെ പ്രണയത്തോടു കൂടെയൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ആ കർച്ചീഫ് ഉയർത്തിയിട്ട് ഹായ് എന്നൊക്കെ പറയുമ്പോൾ സീമ അവനെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതേസമയം സിദ്ധാർത്ഥും സീമയെ നോക്കുന്നുണ്ടാവും. അവളുടെ സൗന്ദര്യം കണ്ടിട്ട് അവളെ സ്വന്തമാക്കണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. എന്നിട്ട് രാഹുലിൻ്റെ അടുത്ത് വന്ന് എനിക്ക് ആ പെണ്ണിനെ വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടതും രാഹുലിൻ്റെ മനസ്സ് ആകെ തകരുന്നുണ്ട്. അവൻ സീമയെ ഇഷ്ടപ്പെടുന്നുണ്ട്, മാത്രമല്ല അവൻ്റെ ബോസ് പറഞ്ഞ ഒരു കാര്യത്തിനും അവൻ ഇതുവരെ നോ പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ അവൻ്റെ ഫ്രണ്ട് ജോൺ അവനോട് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്, അത് നിനക്ക് ഒരു അഡ്വർടൈസിങ് ഏജൻസി തുടങ്ങണമെന്നല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിന് മാത്രമേ നിന്നെ സഹായിക്കാൻ കഴിയൂ, അതുകൊണ്ട് അവൻ പറയുന്നതാണ് നീ കേൾക്കേണ്ടത് എന്നൊക്കെ അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം സീമ തനിക്ക് വൾഗറായി ഡ്രസ്സ് ചെയ്ത് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല എന്നൊക്കെ ഒരാളോട് പറയുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥ് അവിടേക്ക് വരികയാണ്. എന്നിട്ട് അവളെ ഇംപ്രസ് ചെയ്യിക്കാൻ അവരെ വഴക്ക് പറയുന്നുണ്ട്. സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യാൻ നിങ്ങൾ ആദ്യം പഠിക്കണം, കോസ്റ്റ്യൂം അവർക്ക് കംഫർട്ടായത് വേണം കൊടുക്കാനെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ സീമയോടും വളരെ സോഫ്റ്റ് ആയിട്ടാണ് ആൾ സംസാരിക്കുന്നത്. അപ്പോൾ സീമ അവനോട് നല്ല ഇംപ്രസ് ആവുന്നുണ്ട്. അതിനുശേഷം സിദ്ധാർത്ഥ് അവൾക്ക് ഒരുപാട് ഫ്ലവേഴ്സൊക്കെ അവളുടെ ബർത്ത്ഡേക്ക് അയക്കുന്നുണ്ട്. രാഹുലിനെയാണ് സർപ്രൈസ് എല്ലാം സെറ്റാക്കാൻ അവൻ അയക്കുക. അപ്പോൾ ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിലും ബോസ് പറഞ്ഞത് അനുസരിച്ചേ പറ്റൂ എന്നുള്ളത് കൊണ്ട് എല്ലാം അവൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ സീമയെ സിദ്ധാർത്ഥ് ഡേറ്റിനൊക്കെ കൊണ്ടുപോയിട്ട് അവസാനം അവൻ്റെ വലയിലാക്കുന്നുണ്ട്. സീമ അവനുമായിട്ട് പ്രണയത്തിലാവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം സിദ്ധാർത്ഥ് സീമയെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വെച്ച് അവൻ്റെ ഭാര്യ ഷീല അവരെ രണ്ടുപേരെയും കാണുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥിന് ആകെ പെട്ട അവസ്ഥ ആവുന്നുണ്ട്. അവസാനം ഷീലയെ സീമയ്ക്ക് അവൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് അവൻ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് സീമയ്ക്ക് താൻ ചതിക്കപ്പെട്ട കാര്യം മനസ്സിലാവുക. പക്ഷേ സിദ്ധാർത്ഥ് രക്ഷപ്പെടാൻ ഷീലയോട് സീമ രാഹുലിൻ്റെ ഭാര്യയാണെന്നൊക്കെ ആണ് പറയുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് സീമ ഞെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഷീല അവിടെ നിന്ന് പോയ ഉടനെ സീമ ദേഷ്യത്തോടെ നമ്മുടെ ബന്ധം ഇവിടെ അവസാനിച്ചു, ഇനി ഒരിക്കലും എന്നെ കാണാൻ വരരുതെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട്. അതിനുശേഷം പിന്നെ സിദ്ധാർത്ഥ് രാഹുലിനോട് ഒരേ ഒരു തവണ സീമയെ എൻ്റെ അടുത്തേക്ക് നീ കൊണ്ടുവരണം, മാത്രമല്ല കുറച്ച് ദിവസത്തേക്ക് ഷീലയുടെ മുന്നിലെ നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കണമെന്നും ആവശ്യപ്പെടാണ്. അപ്പോൾ അതെന്തായാലും ഞാൻ ചെയ്യില്ല എന്ന് രാഹുൽ പറയുമ്പോൾ സിദ്ധാർത്ഥ് അവനോട് ഷീല തൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞാലേ എന്നെ ഡിവോഴ്സ് ചെയ്യും, അപ്പോൾ ഈ കമ്പനിയും സ്വത്തും എല്ലാം എനിക്ക് നഷ്ടമാകും എന്ന് പറയാണ്. അപ്പോൾ ഷീലയുടെയും അവളുടെ അച്ഛൻ്റെയും കമ്പനിയാവും അത്. അപ്പോൾ അത് നോക്കി നടത്താനാവും ആ സിദ്ധാർത്ഥിനെ അവർ വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ അവസാനം രാഹുൽ മനസ്സോടെ അത് സമ്മതിക്കുകയാണ്. അങ്ങനെ രാഹുൽ സീമയെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അവനെ കണ്ടതും അവൾ ദേഷ്യത്തോടു കൂടെ നീ അയാളുടെ കൂടെ കൂടിയിട്ട് എന്നെ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് അറിയാതെ രാഹുലിൻ്റെ കവിളത്ത് ഒരു അടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ അടിയിൽ രാഹുലിൻ്റെ ചുണ്ടൊക്കെ മുറിഞ്ഞിട്ട് രക്തം വരികയാണ്. അപ്പോൾ അങ്ങനെ അവസാനം രാഹുൽ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് സിദ്ധാർത്ഥിനെ ഒരിക്കൽ കൂടി കാണാൻ അവൾ സമ്മതം കൊടുക്കുകയാണ്. സീമയെ കണ്ട ഉടനെ വീണ്ടും കള്ളങ്ങൾ പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റാൻ സിദ്ധാർത്ഥ് തുടങ്ങാണ്. ഷീലയെ വിവാഹം കഴിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരുന്നു, അവൾക്ക് വേറെ അവിഹിത ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സീമയെ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഷീല മറ്റൊരാളോടൊപ്പം ചിരിച്ചും കളിച്ചും സമയം ചെലവഴിക്കുന്നത് സീമ കാണുകയാണ്. അത് ശരിക്ക് സിദ്ധാർത്ഥ് മുൻകൂട്ടി ഒരാൾക്ക് പണം കൊടുത്തിട്ട് ഷീലയെ മനഃപൂർവ്വം ആ സാഹചര്യത്തിലേക്ക് എത്തിച്ചതാവും. അപ്പോൾ അതെല്ലാം കണ്ട സീമ സിദ്ധാർത്ഥ് പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് രാഹുൽ കുറ്റബോധത്തോടെ മദ്യപിച്ച് ഞാനിതെല്ലാം ചെയ്യുന്നത് എന്തിനാണ്, സീമയെ ഞാൻ പിന്നെയും ചതിച്ചില്ലേ എന്ന് സ്വയം അവൻ്റെ മനസ്സാക്ഷിയോട് തന്നെ അവൻ ചോദിക്കുന്നുണ്ട്. പിന്നെ ഷീല സിദ്ധാർത്ഥിനോട് നമ്മൾക്ക് രണ്ടുപേർക്കും ഒരു ദിവസം രാഹുലിൻ്റെയും സീമയുടെയും വീട്ടിലേക്ക് പോവാമെന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥ് അത് കേട്ടിട്ട് ഞെട്ടാണ്. എന്നിട്ട് രാഹുലിനോടും സീമയോടും ഈ കാര്യം പറഞ്ഞിട്ട് അവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ട്. പിന്നെ രാഹുലിൻ്റെ വീട്ടിലേക്ക് ഷീലയും സിദ്ധാർത്ഥും കൂടി വരികയാണ്. സീമയെ വിളിക്കാൻ റൂമിലേക്ക് വന്ന രാഹുൽ അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയുടെ വേഷത്തിൽ എന്തായാലും നിന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവൾ അത് കേട്ടിട്ട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഷീലയും സിദ്ധാർത്ഥും അവിടെ നിന്ന് പോയതിന് ശേഷം സീമ വളരെ സങ്കടത്തോടെ കൂടെ കരയാണ്. ഞാൻ എത്രമാത്രം താഴ്ന്നുപോയി, കല്യാണം കഴിഞ്ഞെന്നുള്ള നാടകം കളിക്കുക, എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ കള്ളങ്ങളൊക്കെ ചെയ്യുന്നത്, ഇതായിരുന്നില്ല എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞിട്ട് അവൾ കരയുമ്പോൾ രാഹുൽ അവളോട് സീമ നീ കരയരുത്, നീ നല്ല പെണ്ണാണ്, നല്ല ആളുകളുടെ അടുത്ത് എപ്പോഴും നല്ലത് തന്നെയാണ് നടക്കുക എന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അവളെ അവൻ ഹോസ്റ്റലിലേക്ക് കൊണ്ടുചെന്നാക്കുന്നുണ്ട്. അപ്പോൾ സീമയ്ക്ക് രാഹുലിനോടൊരു പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കവളിൽ അവൾ കിസ്സൊക്കെ കൊടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ വീട്ടിലെത്തിയ ശേഷം രാഹുൽ സീമയെക്കുറിച്ച് തന്നെയാവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. പിന്നീട് ഷൂട്ട് നടക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ സിദ്ധാർത്ഥ് ശുക്ല എന്ന പേരുള്ള ഒരാളുടെ അടുത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെണ്ണിനെ കാണുന്നത്. പക്ഷേ ഇതുവരെ അവളുമായിട്ട് അടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഔട്ട്ഡോർ ഷൂട്ടിന് വേണ്ടിയിട്ട് സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാമെന്ന് പറ, അപ്പോൾ അവളെ ഒറ്റയ്ക്ക് കിട്ടുമെന്ന് അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ രാഹുലിനോടും സീമയോടും സിദ്ധാർത്ഥ് നാളെ തന്നെ ഔട്ട്ഡോർ ഷൂട്ടിന് സ്വിറ്റ്സർലാൻഡിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ചതി സീമയ്ക്ക് മനസ്സിലായില്ലെങ്കിലും രാഹുലിനെ മനസ്സിലാകുന്നുണ്ട്. രാഹുൽ പെട്ടെന്ന് തന്നെ ഒരു ഐഡിയ കണ്ടുപിടിക്കുകയാണ്. അവിടെ ഷീലയുടെ സഹോദരൻ ഭൂഷൺ ഉണ്ടാകും. അപ്പോൾ അയാൾക്ക് സിദ്ധാർത്ഥിനെ ഇഷ്ടമേ അല്ല, അച്ഛൻ കമ്പനി സിദ്ധാർത്ഥിനെ കൊടുത്തതുകൊണ്ട് തന്നെ അവൻ്റെ ശത്രുവാണ് അയാൾ.
അപ്പോൾ ഭൂഷൻ്റെ അടുത്ത് ചെന്ന് ജോണിയോട് സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ രാഹുൽ നാളെ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുന്ന കാര്യം പറയുമ്പോൾ കേൾക്കേണ്ട താമസം ഭൂഷൺ അത് നേരെ ഷീലയ്ക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഭൂഷനെ അറിയാം സിദ്ധാർത്ഥിന് എന്തൊക്കെയോ കള്ളക്കളികളുള്ള കാര്യം. അങ്ങനെ സ്വിറ്റ്സർലാൻഡിലേക്ക് ഭൂഷൺ ഷീലയുമായിട്ട് പോകുന്നുണ്ട്. അവളെ കണ്ടതും സിദ്ധാർത്ഥ് പെട്ടു, ഇനി തൻ്റെ പ്ലാനൊന്നും നടക്കില്ല എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് ആകെ ദേഷ്യത്തിൽ ഭൂഷനെ നോക്കുകയാണ്. എന്നിട്ട് രാഹുലിനെ വിളിച്ച് സീമയുടെ മുറിയിലേക്ക് പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഷീലയുടെ കണ്ണിൽ അവർ രണ്ടുപേരും അല്ലേ ഭാര്യ ഭർത്താക്കന്മാർ. അങ്ങനെ അതേസമയം ഭൂഷൺ ഷീലയോട് ഓരോന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥിനെ സംശയിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. നിന്റെ ഭർത്താവിന് ആ മോഡലുമായിട്ട് എന്തോ ബന്ധമുണ്ടോ എന്നൊക്കെ അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് അടുത്ത് സീമയോട് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് സീമ അവനെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ രാഹുൽ സീമയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥിന് ഫോൺ ചെയ്ത് പുതിയ ആഡ് ചെയ്യാനുണ്ടെന്നും അതിൻ്റെ കാര്യത്തിന് ഉടനെ വന്ന് കാണണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥ് വേറെ വഴിയില്ലാത്തത് കൊണ്ട് അതൊക്കെ വിശ്വസിച്ച് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അവൻ പോയതും രാഹുൽ സീമയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ആ സിറ്റി മുഴുവൻ കറങ്ങുകയാണ്. അപ്പോൾ അവൻ്റെ കൂടെ നടക്കുന്ന സമയത്തെല്ലാം അവൾ ഒരുപാട് ഹാപ്പി ആയിരിക്കും. അങ്ങനെ അന്ന് വൈകുന്നേരം രാഹുൽ സീമയെ ഹോട്ടലിൽ തിരികെ എത്തിക്കുകയാണ്. പക്ഷേ റൂമിന് പുറത്ത് ഭൂഷൺ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ സീമയെ കണ്ടതും വളരെ മോശമായ രീതിയിൽ അയാൾ സംസാരിക്കുകയാണ്. രാഹുലിന് അത് കേട്ട് ദേഷ്യം വന്നിട്ട് അവൻ്റെ ഷർട്ടിൽ പിടിച്ചിട്ട് താക്കീത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവമാനിക്കപ്പെട്ടതിൻ്റെ ദേഷ്യം ഭൂഷൻ്റെ ഉള്ളിൽ ഉണ്ടാകും. അപ്പോൾ ഇതിന് ഞാൻ എന്തായാലും പകരം ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് അവൻ അവിടെ നിന്ന് പോകുന്നത്. തിരികെ നാട്ടിലെത്തുമ്പോൾ ഭൂഷൺ അവിടെ വലിയൊരു പണി ഒരുക്കി വെച്ചിട്ടുണ്ടാവും. രാഹുലിൻ്റെ അമ്മയോട് രാഹുലും സീമയും ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അത് കേട്ടതും അമ്മയ്ക്ക് നല്ല സന്തോഷമാവാണ്. രാഹുലിനെയും സീമയെയും മേളത്തോടു കൂടിയൊക്കെയാണ് ആൾ വരവേൽക്കുന്നത്. അങ്ങനെ അമ്മയുടെ ഓപ്പറേഷൻ കഴിയുന്നത് വരെ ഈ നാടകം തുടരാം, ഇല്ലെങ്കിൽ അത് അമ്മയുടെ ജീവന് ആപത്താണെന്ന് പറയുമ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് സീമ സമ്മതിക്കുകയാണ്. അവിടെ നിൽക്കുമ്പോൾ ദിവസങ്ങൾ കഴിയുന്തോറും സീമയുടെ മനസ്സിൽ പല മാറ്റങ്ങളും വരുന്നുണ്ട്. പണത്തിനും പദവിക്കും അപ്പുറം സ്നേഹവും സമാധാനവുമാണ് ഏറ്റവും വലുത് എന്നവൾ തിരിച്ചറിയുന്നുണ്ട്. പിന്നീട് സിദ്ധാർത്ഥ് മദ്യവും ഡാൻസും പാട്ടുമൊക്കെയുള്ള ഒരു ക്ലബിലേക്ക് സീമയെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അവൾക്ക് അതൊന്നും ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അവൾ ഒരു താലിയൊക്കെ ഇട്ടിട്ടാവും വന്നിട്ടുണ്ടാവുക. അത് കണ്ടിട്ട് സിദ്ധാർത്ഥ് നീ എന്തിനാ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടിയിട്ട് ഇവിടേക്ക് വന്നിരിക്കുന്നത്, നീ എന്തിനെപ്പോഴും രാഹുൽ രാഹുൽ എന്ന് പറഞ്ഞ് നടക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ രാഹുൽ നമ്മളെ ഒരുപാട് സഹായിച്ചതല്ലേ, അപ്പോൾ അവനെ സഹായിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അവൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ കഴിയുന്നത് വരെ എനിക്ക് ഈ നാടകം കളിച്ചേ പറ്റൂ എന്നൊക്കെ അവൾ പറയുമ്പോൾ അവൻ അതിന് നന്നായിട്ട് അവളെ വഴക്ക് പറയുന്നുണ്ട്. നീ എന്തിനാ അവൻ്റെ കാര്യം നോക്കുന്നത്, അവൻ എല്ലാം പണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, നീ അവനെ സഹായിക്കുകയൊന്നും ചെയ്യണ്ട എന്നൊക്കെ അവളോട് അവൻ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് സീമയ്ക്ക് ദേഷ്യമാണ് വരുന്നത്. ക്ലബിൽ നിന്നിറങ്ങാൻ ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ വഴിയിൽ രാഹുൽ അവളെ തന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് വൈകിയതിൽ സീമയെ അവൻ നന്നായിട്ട് വഴക്ക് പറയാമെന്ന്. പക്ഷേ വീട്ടിലെത്തിയതിന് ശേഷമാണ് അവന് മനസ്സിലാവുക ഇന്ന് കർവാ ചൗത്തിൻ്റെ വ്രതം അവന് വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ അവന് നല്ല സന്തോഷമാവാണ്. അവളുടെ മനസ്സിലെവിടെയോ അവനുണ്ടെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം അവൻ അവളുടെ അടുത്തേക്ക് പോയിട്ട് സോറിയൊക്കെ പറയുന്നുണ്ട്. പിന്നെ സീമ രാഹുലിൻ്റെ അമ്മയോട് സംസാരിക്കുകയാണ്. അപ്പോൾ രാഹുലിൻ്റെ അമ്മ അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരു അഡ്വർടൈസിങ് ഏജൻസി തുടങ്ങണം എന്നുള്ള കാര്യമെന്നൊക്കെ അവളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ മോഡൽ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അന്ന് രാത്രി അമ്മയ്ക്ക് നെഞ്ചുവേദന വരുന്നതായിട്ടും സിദ്ധാർത്ഥ് സീമയെ കൊണ്ടുപോകുന്നതായിട്ടുള്ള സ്വപ്നം രാഹുൽ കണ്ടിട്ട് ഞെട്ടി എണീക്കുമ്പോൾ കാണാം സീമയും അമ്മയും കൂടിയിട്ട് വളരെ സന്തോഷത്തോടു കൂടെ സംസാരിച്ച് ചിരിക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടിട്ട് അവന് കുറച്ച് ആശ്വാസമാവുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും രാഹുലും സീമയും കൂടുതൽ അടുത്തടുത്ത് വരികയാണ്. ഇതിനിടയിൽ ശത്രുക്കളായിരുന്ന സിദ്ധാർത്ഥും ഭൂഷണും ഒന്നാവുന്നുണ്ട്. അപ്പോൾ സീമയെ തനിക്ക് കിട്ടിയാൽ തൻ്റെ അഡ്വർടൈസിങ് ഏജൻസി ഭൂഷന് കൊടുക്കാമെന്ന് സിദ്ധാർത്ഥ് വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം സിദ്ധാർത്ഥ് രാഹുലിനെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് സീമയുടെ കൈകൊണ്ട് തന്നെ അഡ്വർടൈസിങ് ഓഫീസിൻ്റെ കീ ആണെന്ന് പറഞ്ഞിട്ട് ഒരു കീ അവൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇനി മുതൽ ഇത് നിൻ്റെ അഡ്വർടൈസിങ് ഏജൻസിയാണെന്നും അവനോട് പറയാണ്. അപ്പോൾ ഇത്രകാലം അവൻ ആഗ്രഹിച്ച കാര്യം കയ്യിൽ കിട്ടിയിട്ടും അവന് സന്തോഷിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അവൻ സീമയെ തന്നെ സങ്കടത്തോടു കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ സീമയാണെങ്കിൽ അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു മങ്ങിയ ചിരി ചിരിക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് സീമയെ വിളിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ജോണി വന്നിട്ട് രാഹുലിനോട് ഇത്ര കാലം നിൻ്റെ സ്വപ്നമായിരുന്നത് ഇപ്പോൾ നിൻ്റെ കയ്യിൽ കിട്ടിയില്ലേ എന്ന് പറയുമ്പോൾ ഇതെനിക്ക് സീമയ്ക്ക് പകരമായിട്ട് കിട്ടിയതാണ്, ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ സീമയെ സിദ്ധാർത്ഥ് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഭൂഷൺ വരികയാണ്. എന്നിട്ട് ദേഷ്യത്തോടു കൂടെ ഈ ഏജൻസി എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നീ രാഹുലിന് കൊടുത്തത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് അവനൊക്കെ ഞാനൊന്നും കൊടുക്കൊന്നുമില്ല, ഇപ്പോൾ ഞാനത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു മേടിക്കാനും എനിക്കറിയാമെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോഴാണ് സീമയ്ക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയും നാൾ രാഹുലിനെ സ്വപ്നം കാണിച്ചിട്ടും കള്ളം പറഞ്ഞിട്ടും ഉപയോഗിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് നിന്നെപ്പോലെ ഒരു തരം താഴ്ന്ന മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സീമ അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ സിദ്ധാർത്ഥ് അവളെ പിടിച്ച് ബലം പ്രയോഗിച്ചിട്ട് സ്വന്തമാക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് രാഹുൽ അവിടേക്ക് വന്നിട്ട് അവനെ നന്നായിട്ട് ഇടിക്കുന്നൊക്കെയുണ്ട്.
ഭൂഷണെയും സിദ്ധാർത്ഥിനെയും വളരെ ശക്തമായി തന്നെ അവൻ നേരിടുകയാണ്. ഇതിനിടയിൽ സീമയോട് അവൻ സംസാരിക്കുകയാണ്. നീ വലിയ പണക്കാരനെയല്ലേ കല്യാണം കഴിക്കൂ, പാവപ്പെട്ടവർ തമ്മിൽ ചേരില്ല എന്നൊക്കെയല്ലേ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് കർവാ ചൗത്തിന് വ്രതം അനുഷ്ഠിച്ചില്ലേ എന്നൊക്കെ അവളും പറയുന്നുണ്ട്. അപ്പോൾ അവൻ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പാട്ടൊക്കെ പാടിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും ഇത് ഫൈറ്റ് സീൻ ആണെങ്കിലും ഒരു കോമഡി സീൻ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ആ ഫൈറ്റിൻ്റെ അവസാനത്തിൽ ഭൂഷൺ സിദ്ധാർത്ഥിനെയൊക്കെ ആ ഓഫീസ് തനിക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അടിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ സീമയും രാഹുലും ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പ്രണയം തുറന്നു പറയുന്നുണ്ട്. ഇത് കണ്ടിട്ട് സിദ്ധാർത്ഥിന് നല്ല ദേഷ്യം വന്നിട്ട്, ഓ അപ്പം നിങ്ങൾ സെറ്റായല്ലേ, പക്ഷേ രാഹുലിൻ്റെ അമ്മ നിന്നെ ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. ഒരു കല്യാണം കഴിഞ്ഞ ഒരു പുരുഷൻ്റെ കൂടെ നടന്നതല്ലേ നീ, അതുകൊണ്ട് എന്തായാലും നിന്നെ അമ്മ അംഗീകരിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് അവിടേക്ക് രാഹുലിൻ്റെ അമ്മ ജോണിയുമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവരോട് എൻ്റെ മകൻ അവൻ്റെ സ്വപ്നം നേടാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് ഇതും, അതുകൊണ്ട് തന്നെ അവളെ മരുമകളായി സ്വീകരിക്കുന്നതിൽ എനിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല എന്ന് അവരുടെ മുന്നിൽ വെച്ച് തന്നെ പറയുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് ചമ്മിയിട്ട് ആകെ തകർന്ന് നിൽക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ സീമയും രാഹുലും കൂടിയിട്ട് റോഡിലൂടെ സ്കൂട്ടറിൽ വളരെ സന്തോഷത്തോടു കൂടെ പോയിക്കൊണ്ടേയിരിക്കുന്നത് കാണിക്കുകയാണ്. അങ്ങനെ ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഫിലിം ഇവിടെ അവസാനിക്കുന്നത്. ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഇനി ഏത് സിനിമയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഷാറൂഖ് ഖാൻ്റെ ബ്ലോക്ക് ബസ്റ്റർ മൂവീസായ ദിൽവാലെ ദുൽഹനിയ, ലേ ജായേംഗെ, അതേപോലെ കുച്ച് കുച്ച് ഹോത്താ ഹൈ എന്ന മൂവിയുടെയൊക്കെ മലയാളം എക്സ്പ്ലനേഷൻ ഈ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ അത് കാണാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.